നമസ്കാരം. ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ അപ്രതീക്ഷിത മിസൈൽ ആക്രമണം ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ആദ്യഘട്ടത്തിൽ അമ്പരപ്പിച്ചു. മാസങ്ങളായി തുടർന്ന് നേരിയ വെടിനിർത്തൽ അന്തരീക്ഷം തകർക്കുകയും ഇറാനിൽ വീണ്ടും തിരിച്ചടിക്കാൻ വാഷിംഗ്ടണിന് വഴി തുറന്നു കൊടുക്കുകയും ചെയ്ത ഈ നീക്കം പ്രഥമ ദൃഷ്ട്യാ അവിവേകമെന്ന് തോന്നാം. എന്നാൽ വെടിനിർത്തലിലൂടെ ലഭിക്കുന്ന സമാധാനത്തേക്കാൾ നിയന്ത്രിത രീതിയിലുള്ളൊരു സംഘർഷം നീട്ടിക്കൊണ്ടു പോകുന്നതാണ് തങ്ങൾക്ക് തന്ത്രപരമായ മേൽക്കൈ നൽകുകയെന്ന് ഇറാനിയൻ നേതൃത്വം കണക്കുകൂട്ടുന്നുവെന്നാണ് പുതിയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ ഇരുപക്ഷത്തിനും താൽപ്പര്യമില്ല. കൂടുതൽ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും എണ്ണവില കുതിച്ചുയരാൻ കാരണമാകുന്നതും സ്വന്തം സൈനിക ശേഷിയെ ആഗോളതലത്തിൽ തളർത്തുന്നതുമായ ഒരു വൻകര യുദ്ധത്തിന് അമേരിക്ക തയ്യാറല്ല. മറുഭാഗത്ത് ഉപരോധങ്ങളാൽ തകർന്ന സമ്പദ് വ്യവസ്ഥയും ദുർബലമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമുള്ള ഇറാനും സമ്പൂർണ്ണ യുദ്ധം താങ്ങാനാവില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കേവല സൈനിക വിജയത്തിന് അപ്പുറം നിരന്തരമായ നയതന്ത്ര സൈനിക സമ്മർദ്ദം നിലനിർത്തുകയെന്ന തന്ത്രമാണ് ടെഹ്റാൻ പയറ്റുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ശാശ്വത വെടിനിർത്തൽ ഉണ്ടായാൽ അത് ഇറാനെ സാമ്പത്തികമായി കൂടുതൽ ദോഷകരമായി ബാധിക്കും. ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരെയുള്ള അമേരിക്കൻ ഉപരോധങ്ങളും അതേപടി തുടരും. ആഗോള എണ്ണ വിപണിയിൽ നിന്നുള്ള ഒറ്റപ്പെടലും മാറുകയില്ല. എന്നാൽ ഇറാൻ സാമ്പത്തികമായി ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ അയൽരാജ്യങ്ങൾക്ക് എണ്ണ കയറ്റുമതി സാധാരണ നിലയിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ തിരിച്ചടി ഒഴിവാക്കാനാണ് ഇറാന്റെ നീക്കം. ഒരു നിയന്ത്രിത സംഘർഷം നിലനിൽക്കുമ്പോൾ കളിയുടെ വ്യാപ്തി മാറും. സൈനികമായും സാമ്പത്തികമായും വലിയ വില നൽകേണ്ടി വരുന്നുണ്ടെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങളും ഹൂത്തികൾ വഴിയുള്ള ബാബ് അൽ മന്ദബ് കടലിടുക്കിലെ ഭീഷണിയും ആഗോള കപ്പൽ ഗതാഗതത്തെയും എണ്ണ വിപണിയും നിരന്തരം മുൾമുനയിൽ നിർത്തുന്നു. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നിടത്തോളം കാലം ഇറാൻ ഉയർത്തുന്ന ആവശ്യങ്ങൾക്ക് കാതോർക്കാൻ ലോകശക്തികൾ നിർബന്ധിതരാകും. മേഖലയിലെ നയതന്ത്ര സമവാക്യങ്ങളെ പുനർനിർവചിക്കാനും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമുദ്രപാതകളിൽ എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതിന് പകരം ഇറാന്റെ നിബന്ധനകൾക്കും മേൽനോട്ടത്തിനും വിധേയമായി വേണം കപ്പൽ ഗതാഗതം എന്ന് വരുത്തി തീർക്കാനാണ് അവരുടെ ശ്രമം. ഭാവിയിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് പഴയ അവസ്ഥയിലേക്ക് മടങ്ങുന്നതിന് പകരമായി ഇറാന്റെ സ്വാധീനം അംഗീകരിക്കുന്ന രീതിയിലാവണമെന്ന ലക്ഷ്യം ഈ നിരന്തര സംഘർഷത്തിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനു പുറമെ ഇറാന് ശക്തമായ ആഭ്യന്തര രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുമുണ്ട്. കടുത്ത എണ്ണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയെ തുടർന്ന് ജനങ്ങളിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു വിദേശ ശത്രുവിനെതിരെ രാജ്യം പൊരുതുമ്പോൾ ആഭ്യന്തര എതിർപ്പുകളെ അടിച്ചമർത്താനും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കാനും ദേശീയത ഉയർത്തിക്കാട്ടി ജനപിന്തുണ ഏകീകരിക്കാനും ഭരണകൂടത്തിന് എളുപ്പം സാധ്യമാകുന്നു. ഇത് അടിയന്തരമായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്നും ടെഹ്റാന് താൽക്കാലിക ആശ്വാസം നൽകുന്നു. എങ്കിലും ഈ തന്ത്രം കനത്ത അപകട സാധ്യതകൾ നിറഞ്ഞതാണ്. നിരന്തരമായ തിരിച്ചടികൾ ഏൽക്കേണ്ടി വരുന്നതിനൊപ്പം നിയന്ത്രിതമായി കൊണ്ടുപോകുന്ന സംഘർഷങ്ങൾ എപ്പോൾ വേണമെങ്കിലും കൈവിട്ടു പോകാമെന്ന യാഥാർത്ഥ്യവുമുണ്ട്. വിപണിയിലെ തടസ്സങ്ങൾ സഹികെട്ട് മറ്റൊരു ലോകരാജ്യങ്ങൾ ഇറാനെതിരായി കൈകോർക്കാൻ ഇത് വഴി വെച്ചേക്കാം. തുടക്കത്തിൽ വിട്ടുനിന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഇറാഖിലെ ഇറാൻ അനുകൂല സംഘർഷങ്ങൾക്കെതിരെയും ഹൂത്തികൾക്കെതിരെയും തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു. അമേരിക്കയും ആഗോള വിപണിയെയും സമ്മർദ്ദത്തിലാക്കുമ്പോൾ തന്നെ ഒരു വൻ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ ഇറാന് സാധിക്കുമെന്നതാണ് പ്രധാനം. ഇറാന്റെ ഓരോ നീക്കത്തെയും വിലയിരുത്തുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു അപ്രതീക്ഷിത തിരിച്ചടി ഈ പ്രദേശത്തിന്റെ സൈനിക രാഷ്ട്രീയ ചിത്രത്തെ പൂർണ്ണമായും തിരുത്തി എഴുതിയേക്കാം. അത്തരമൊരു നിർണായക വഴിത്തിരിവിലേക്കാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഇപ്പോൾ നീങ്ങുന്നത്.